നമസ്കാരം. മലയാള സിനിമയ്ക്ക് ഒരു മാറ്റം സൃഷ്ടിച്ച ഒരു വ്യക്തിയാണ് സന്തോഷ് പണ്ഡിറ്റ്. നമുക്കറിയാം, ഇപ്പോൾ മലയാള സിനിമകൾ വലിയ പ്രതിസന്ധിയിലൂടെ പോകുമ്പോൾ സിനിമ എങ്ങനെ വേണം, പ്രേക്ഷകർ എങ്ങനെ സ്വീകരിക്കണമെന്ന് കാണിച്ചു തന്ന ഒരു വ്യക്തിയാണ്. നമസ്കാരം. നമസ്കാരം. ഞാൻ പറഞ്ഞതിൽ തെറ്റുണ്ടോ? 2011 അല്ലേ ഒരു സിനിമ റിലീസാവുന്നു. ആ സിനിമ സൂപ്പർ ഹിറ്റ് ആവുന്നു അല്ലേ? ആ സിനിമയ്ക്ക് വേണ്ടതെല്ലാം ചേർത്താണ് പ്രേക്ഷകർ മുമ്പിലേക്ക് കൊണ്ടുവന്നത്. 3 തിയേറ്ററുകൾ നമ്മൾ സ്വന്തം റിലീസ് ചെയ്തു. യൂട്യൂബിലൂടെ റിലീസ് ചെയ്ത സിനിമ എങ്ങനെ വിജയിപ്പിക്കാമെന്ന് കാണിച്ചു തന്ന ഒരു അതുല്യ പ്രതിഭയാണ് താങ്കൾ. ആദ്യം നമ്മൾ ഫസ്റ്റ് തിയേറ്റർ തന്നെയായിരുന്നു. തിയേറ്ററിന് ശേഷമാണ് കേട്ടോ യൂട്യൂബിൽ നമ്മൾ ഓൺലി സോങ്സും ട്രെയിലറേ പോയിട്ടു. അത് ഭയങ്കര ഹിറ്റ് അടിച്ചു. അതൊരു തിരുത്തുണ്ട് എനിക്ക്. പക്ഷെ അത് പ്രേക്ഷകർ ഇരു കൈനീട്ടി സ്വീകരിച്ച് സന്തോഷം എന്ന വ്യക്തിയോട് ഏറ്റവും കൂടുതൽ സ്നേഹം തോന്നിയ പ്രേക്ഷകർക്ക് അങ്ങനെയാണ്. യെസ്, അല്ല സാർ, ഞാൻ പറയുന്നത് സന്തോഷ് പണ്ഡിറ്റ് 2011 ചെയ്തൊരു കാര്യം പറയുന്നു. 2023 ഞാൻ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ, കാര്യങ്ങളെ നമ്മൾ ഇപ്പോഴെങ്ങനെ